Hi friends, ഇന്നുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ആണ്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളത്. ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് അര കപ്പ് കടലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് അര ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർക്കുക. എന്നിട്ട് ഈ പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ ബാക്കിയുള്ള പൊടികൾ കൂടി ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റിൻ്റെ മാവിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിരലുകൊണ്ട് അമർത്തി കൊടുക്കുക. വക്കുകളൊക്കെ ഇങ്ങനെ പൊട്ടുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോന്നും ഇതുപോലെ ചെയ്ത ശേഷം ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുള്ള ട്രേയിലേക്ക് വെക്കുക. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് വെളുത്ത എണ്ണ ഇട്ട് കൊടുക്കുക. ഇതിന് പകരം നട്ട്സ് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായാലും മതി. ഈ എള്ള് ബിസ്ക്കറ്റിന് മുകളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഈ പാന് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപയോഗിച്ച ഉപ്പ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇടാം. പിന്നീട് അത് ലോ ഫ്ലെയിമിലാക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. സൈഡൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ട്രേ പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.